മത്തായി സുവിശേഷം 24:3-4-5 വാക്യങ്ങൾ. Everyone open your Bible in this evening going. Matthew chapter 24:3-4-5. മത്തായി 24:3-4-5. മോൻ വായിച്ചാട്ടെ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ മോൻ വന്നുകൊണ്ട് സന്തോഷം. ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും ഇതായിരിക്കും ഇന്നും അടുത്ത അവസാന രാത്രി, അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും. അപ്പൊ ലോകം തീരുമെന്ന് എല്ലാവർക്കും അറിയാം. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു ഉത്തരം പറഞ്ഞത്, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തെറ്റിക്കുന്ന പലരും അന്ത്യകാലത്ത് വരും. അടുത്ത വാക്ക്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിച്ചു കളയും. വചനത്തിലേക്ക് കടക്കാം. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു അപ്പച്ചൻ ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. കണ്ണുകൾ ഒരു നിമിഷം കൂടെ മൂടാം. മഹത്വവാനായ ദൈവത്തിന് സ്തുതി കരയറ്റാം. നമുക്കിപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. എന്തുവാ സംഭവിച്ചതെന്ന് അറിയത്തില്ല. സ്തോത്രം. പഴയ കാലത്ത് കൂടി വരുമ്പോഴെല്ലാം സന്തോഷത്തിലും സ്തുതികളിലും ആത്മീയ ഗീതങ്ങളാലും സർവശക്തനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാതാവേ പിതാവേ കോരയിൽ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുമേ വലിയ വീടൊന്നും തന്നിട്ടല്ല, വലിയ കാറൊന്നും തന്നിട്ടല്ല, കുറച്ച് പൈസ ബാങ്കിൽ തന്നിട്ടൊന്നുമല്ല. 2025 ജനുവരി കണ്ടവർ ഈ ഡിസംബർ മാസത്തിൻ്റെ അവസാന ആഴ്ച കാണാതിരിക്കുമ്പോൾ സിയോൻ സംഘത്തിൻ്റെ മുന്നിൽ എൻ്റെ കാലുകൾ നടന്നുകൊണ്ട് ഇവിടെ വന്ന് കർത്താവിനെ സ്തുതിപ്പുവാൻ എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ചു. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് പലരും വെന്റിലേറ്ററും ICU യൂണിറ്റിലും കിടക്കുമ്പോഴും മഹിമയുടെ കർത്താവിനെ കൊണ്ടുവന്ന അപ്പാ പിതാവേ എന്ന് ഈ ആലയത്തിൻ്റെ മുൻപിൽ വിളിക്കുക. മഹത്വവാനായ ദൈവം എന്നോട് കരുണ കാണിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടുപോകുക. പെന്തക്കോസ്ത് പെരുന്നാൾ 2 അവർ ആ വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 3:9 മണിനേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഭക്തന്മാർ ചെല്ലുന്നു. കഴിഞ്ഞ 3.5 വർഷമായി ഒരുവനെ അവിടെ ഇരുത്തു. പക്ഷേ അവനെ ആ 3.5 വർഷം അവിടെ ഇരുത്തിയില്ല. പള്ളി പ്രമാണിക്കാർക്കറിയാം യെരൂശലേമിന്റെ ദേവാലയമാണ്. യേശു വരും അവനെ സൗഖ്യമാക്ക്. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. ഇനി അത്ഭുതം നടക്കത്തില്ലെന്ന് വിചാരിച്ചു. എന്നാൽ 9 മണിനേരം പ്രാർത്ഥനയ്ക്ക് പോയി ദൈവദാസന്മാരോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, അവന് എന്താ വേണ്ടിയ? രോഗസൗഖ്യമല്ല, എനിക്ക് വല്ലതും തരണേ. ദൈവദാസന്മാരെ അവൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളി ഒന്നുമില്ല, ഒന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം. സെക്കൻഡുകൾ കൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിനകത്തൊരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ ആ നാമത്തിൻ്റെ ശക്തി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അവൻ്റെ കാലുകൾ ഉറച്ചു, നരയാണികൾ ഉറച്ചു. അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൽ കടന്നുവെങ്കിൽ 2025 അവസാന കൺവെൻഷനിൽ ഈ ആരാധനയും വചനവും വെളിപ്പെടുമ്പോൾ ചില ജീവിതങ്ങൾ യേശുവിനെ കാണുക, ചില പാരമ്പര്യത്തിൻ്റെ ബന്ധനങ്ങൾ തകർക്കുക, ചില കുരുടായ കണ്ണുകൾ മാറുക, ചില പാപത്തിൻ്റെ കുഷ്ഠങ്ങൾ അഴിഞ്ഞു മാറുക, ചില കാലുകളുടെ ബന്ധനങ്ങൾ തകർന്നുകൊണ്ട് ദൈവാലയത്തിലേക്ക് ചിലത് കടന്നു വരുക. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിനകത്ത് നടന്ന അത്ഭുതത്തിൻ്റെ കാര്യം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഈ ദിനങ്ങൾ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കണം. കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയെല്ലാം കാക്കണം. ഇവിടുത്തെ ദൈവസഭയെ അങ്ങ് കാത്തുകൊള്ളണം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ലെന്ന വചനപ്രകാരം കർത്താവിൻ്റെ വരവ് വരെ പത്യോപദേശത്തിലും ആത്മീയത്തിലും സത്യത്തിലും ആരാധിപ്പാൻ അനവധി പേർ വിടുതൽ പ്രാപിപ്പാൻ ഈ സഭയെ ഞങ്ങൾ തിരുക്കരങ്ങൾ തരുന്നു. ഇന്ന് മുതൽ ആരംഭിക്കുന്ന കൺവെൻഷൻ കൂട്ടങ്ങൾ മഹാദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കണമേ. തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ദൈവജനം കടന്നു വന്ന് ഈ സഭാങ്കണത്തിൽ നിന്ന് പുതിയ വർഷത്തിൽ കടക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തിയും ദൈവ കൃപയും ഏറ്റെടുക്കുക ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് കാക്കണം. കർത്താവെ, 3 രാത്രികളിൽ പരിശുദ്ധാത്മാവിന്റെ കരം കൂടെ ഇരിക്കണം. ഒരു രാത്രി
രാത്രിയോടുകൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ സംഘടനയുടെ പേരോ ഞങ്ങളുടെ വിദ്യാഭ്യാസമോ ഈ രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഈ ദിവസങ്ങളിൽ ഉയരണം. ആദ്യോടെന്ന തിരുസാനത്തിൽ മറയ്ക്കും മക്കളെ വിടുതലോടെ കടത്തിവിടും. ശബ്ദം വെളിച്ചം പ്രകൃതി എല്ലാ തിരുക്കരങ്ങൾ കാക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം, ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. തിരുവചനത്തിലേക്ക് കടക്കാം. വളരെ സാവധാനത്തിൽ ഇന്ന് രാത്രി നാം വായിച്ച മത്തായി സുവിശേഷം കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ 31,171 വാക്യങ്ങൾ വിശുദ്ധ ബൈബിൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ. മൊത്തമായി 1189 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്. മത്തായികൾ കൂടി യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വവും, മർക്കോസിൽ യേശുക്രിസ്തുവിൻ്റെ ദാസത്വവും, ലൂക്കോസിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും, യോഹന്നാനിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും വെളിപ്പെടുത്തുന്നു. 5 ഭാഗങ്ങളാ സുവിശേഷങ്ങളുടെ പ്രസക്തി. 1 നാഥൻ്റെ ജനനം, 2 നാഥൻ്റെ ജീവിതം, 3 നാഥൻ്റെ മരണം, 4 തിരുവെഴുത്തിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. 5ാമത്തെ കാര്യം ആർക്കും വലിയ ഇഷ്ടമല്ല. അതിൻ്റെ അർത്ഥം ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ സുവിശേഷത്തിൽ യേശു രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. അതാ സുവിശേഷങ്ങളുടെ പ്രസക്തി. ഇന്ന് വായിച്ച മത്തായി സുവിശേഷം AD 37 യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി എഴുതുന്ന മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ മത്തായി സുവിശേഷം, 28 അധ്യായങ്ങൾ മത്തായി സുവിശേഷം. 5 കഥാപാത്രങ്ങളെ സ്വർഗം വരയ്ക്കുന്നു. 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. 5 പട്ടണങ്ങളെ സ്വർഗം വരച്ച് കാട്ടുന്നു. 1 ബേത്ലഹേം, 2 ശമര്യ, 3 യഹൂദ്യ, 4 ഒലിവുമല, 5 കാൽവറി മല. വളരെ ചിന്തിക്കാനുള്ളൊരു ഭാഗമായത്. തുടക്കത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെ പറ്റിയാണ് രേഖപ്പെടുത്തുന്നത്. പഴയ നിയമത്തിലെ അവസാനത്തെ 2 പുസ്തകങ്ങളാണ് സെഖരിയാ പ്രവചനവും മലാക്കിയും. അത് കഴിയുമ്പോൾ 400 വർഷം ചരിത്രത്തിൽ AD BC നോക്കുമ്പോൾ ഒരു ചരിത്രങ്ങൾ അവിടെ കാണുന്നില്ല. അതിനുശേഷം 400 വർഷത്തിന് ശേഷം 37 ആരെഴുതുന്നു? നമ്മുടെ പ്രിയപ്പെട്ട മത്തായി എഴുതുന്നു. ആദ്യം യേശുക്രിസ്തുവിൻ്റെ വംശാവലി, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി. അവിടെ അധ്യായം 2 മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ പരമയാകണമെങ്കിൽ അവൻ്റെ ജനനത്തെപ്പറ്റി അവിടെ രേഖപ്പെടുത്തുന്നു. ബേത്ലഹേമിൽ യേശുക്രിസ്തു പൂജാതനാകുന്നു. അപ്പോൾ എന്തുവാ ഈ പാപം? എവിടുന്ന് പാപം വന്നു? നമുക്ക് 3 ദിവസമേ ഉള്ളൂ വചനം കേൾക്കണം. എവിടെ പാപം ആരംഭിച്ചു? 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറാഖിൻ്റെ അക്കരെ നഗരമായ എത്യോപ്യയിൽ നിന്ന് 6 ഘടകങ്ങൾ സ്വർഗമെടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മനഞ്ഞു കൊണ്ടുവന്നതാ ഏദൻ്റെ പൂങ്കാവനം. ഏദൻ്റെ പൂങ്കാവനത്തിനകത്ത് ദൈവം മനുഷ്യന് നല്ലതായ അനുഗ്രഹങ്ങൾ കൊടുത്തു. അടക്കി വാഴുക, പെറ്റുപെരുക, സന്താന പുഷ്ടി ഉള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക, നല്ല കൃപയാൽ ജീവിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ദിവസം 1000 സംവത്സരം. മനുഷ്യൻ്റെ ആയുസ് 1000 വർഷമാണ് കൊടുത്തിരുന്നത്. പിന്നെ 7ാമത്തെ ഒരു വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യം പറഞ്ഞു. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെ ഒരു ഫലമുണ്ട്. ആവശ്യമില്ലാതിനത് കയറി തുടരുത്. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ രക്ഷയുടെ വസ്ത്രമൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ പുറത്തു പോകും. അങ്ങനെ ഇന്നിപ്പോൾ തോട്ടത്തിൽ നല്ലൊരു പുള്ളി ഉണ്ടായിരുന്നു. അവനായിരുന്നു വീണ്ടും പോയ ദൂതൻ. അതിലൊരു സാത്താൻ, അതാ പാമ്പ്. അപ്പോൾ ആദ്യം ആദമിനോട് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൻ്റെ വാതൊക്കെ ഇരിക്കുമ്പോൾ ആദമിനെ കണ്ട് പറഞ്ഞു, സഹോദര, ഈ കർത്താവ് പറഞ്ഞൊന്നും ശരിയല്ല, നിങ്ങൾ കർത്താവിനെ പോലെ ആകും, അതുകൊണ്ട് ഇതൊക്കെ ഭക്ഷിക്കണം കാര്യം. അപ്പോൾ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ സ്വർഗത്തിൻ്റെ കരം ഇറങ്ങിയതുകൊണ്ട് ആദം അത് ഭക്ഷിച്ചില്ല. ആദം പാമ്പിനോട് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല, പിന്നെ പൊക്കോൾ, ഞങ്ങൾ സുവിശേഷം പറയുന്ന പോലെ പറയുമ്പോൾ പിന്നെ പൊക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കള്ളിമൂടി നിന്ന് ആദം ഇടയ്ക്ക് പനച്ചുമൂടി ചന്തയിൽ പോയി. ഇങ്ങനെ ആഴ്ച 2 ദിവസം ചന്തയിൽ പോകുന്ന ആർക്ക് പിടികിട്ടി? സർപ്പത്തിന് പിടികിട്ടി. അത് ഇവിടുന്ന് MIT ബൈക്കുമായിട്ട് പോകുമ്പോൾ സർപ്പം ചെന്ന് അവ്വായോട് പറഞ്ഞു, സിസ്റ്റർ പ്രൈസലോട് സുഖമായിരിക്കുന്നു. ആദ്യം വാട്സപ്പൊക്കെ കിട്ടിയ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചത്. അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞത് ശരിയല്ല, അച്ഛനെ ഞാൻ ചാക്കിട്ടിട്ട് ശരിയല്ല. അപ്പോൾ സിസ്റ്ററും വിചാരിച്ചു പറ്റിക്കാൻ ഏറ്റവും എളുപ്പം സിസ്റ്റർമാരാണല്ലോ, സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. അതിവിടെ തുടങ്ങിയതല്ല, ഏതിന് തന്നെ തുടങ്ങിയതാണ് സ്വോത്രം. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പം സിസ്റ്റർ അടുത്തടുത്ത് വന്നപ്പോൾ ഈ സർപ്പം ഒരു കാര്യവും കൂടെ, മൊത്തവും കഴിക്കരുത്, ആ ഗോദ്രേജിൻ്റെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കണം, പനിച്ചുമൂട്ടി എന്ന് വരുന്ന അച്ചായനും കൊടുക്കണം, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് അമ്മാമ്മ പകുതി കഴിച്ചു. ഉപായത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ലേഖപ്പെടുത്തി സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു, അച്ചായനും കൊടുത്തു. അപ്പോഴാണ്
സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. മനസ്സിലാകുന്നവർക്കായി ആദമിനോട് ചോദിച്ചു, ആദമേ നീ എവിടെ? ഇതാ കാൽവറിയിലെ സ്നേഹം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോഴോ അവനെ മടക്കി കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി നിത്യതയുടെ കവാടത്തിൽ അടുപ്പിക്കുവാനുള്ള സ്നേഹത്തിൻ്റെ സന്ദേശമാ ഉയരത്തിൽ നിന്ന് സ്വർഗം മുഴക്കുന്നത്. അവിടെ വെച്ച് സഹോദരിമാരുടെ മണ്ടയ്ക്ക് അതും കൊടുക്കുന്നത്. അപ്പോൾ ആദമിനോട് ചോദിച്ചു, എന്തിനാ കഴിച്ചെന്ന്? ഉടനെ ആദം പറയാം, കർത്താവിനോട് പറഞ്ഞു, സ്വർഗത്തിനോട് പറഞ്ഞു, നീ എനിക്ക് കൂട്ടായി തന്ന ഈ നാരി ഈ സഹോദരി തന്ന് ഞാനും തിന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവിടെ വെച്ചേ പ്രശ്നമായി. മനസ്സിലാകുന്നവർക്കായി എല്ലായിടത്തും ഇത് തന്നെ നടക്കും. ദൈവത്തിൻ്റെ തേജസ് അവിടെ നഷ്ടപ്പെടുന്നു. അതിന് പ്രത്യുപകാരമായി മരപുരിയാടകൾ കൊണ്ട് തൻ്റെ നഗ്നതകൾ മറച്ചുകൊണ്ടവർ തോട്ടത്തിന് പുറത്തേക്ക് പോകുന്നു. പാപം ആരംഭിക്കുന്നത് അമേരിക്കയിലല്ല, ലണ്ടനിലല്ല. പാപം ആരംഭിക്കുന്നത് ആദ്യത്തെ കുടുംബത്തിൽ നിന്ന്. എവിടെ നിന്ന്? ആട്ടിൻകുട്ടികളുടെ പരമയാഗം തുടങ്ങുന്നു. ശ്രദ്ധയോടെ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. 1498 കിലോമീറ്റർ ഇന്നത്തെ ഇറാഖും ഇസ്രയേലും. 32 അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. 99 അബ്രഹാമിന്. സാറയ്ക്ക് 89. വാർദ്ധക്യകാലത്തിൽ ഒരു സന്തതി ജനിച്ചു. കുഞ്ഞിൻ്റെ പേരായി ഇസഹാക്ക്. വീട്ടിനകത്ത് ആടുമാടുകൾ നോക്കി അപ്പൻ്റെ കൂടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ സ്വർഗത്തിൻ്റെ കൽപ്പന അബ്രഹാമിൻ്റെ കർണപിടങ്ങളിൽ ഇറങ്ങി അമ്മമ്മ. സ്വർഗം പറഞ്ഞ് പൈതലിനെ കൊണ്ടുപോയി ഹോമയാഗത്തിന് വേണ്ടി സമർപ്പിക്കണം. അബ്രഹാമിനകത്തൊരു വേദന. വാർദ്ധക്യകാലത്ത് കിട്ടിയ കുഞ്ഞായതിനെ കൊണ്ടുപോയി തട്ടിയാലോ. രാവിലെ എങ്കിലും അബ്രഹാം എഴുന്നേറ്റ് കുളിച്ചു വൃത്തിയായി കുഞ്ഞിൻ്റെ തലയിൽ വിറകും കെട്ടുമെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ നമുക്ക് മോറിയാദേശത്തുള്ള മലയിലേക്ക് പോകാം. പല ദിവസങ്ങളിലും ശനിയോ ബുധനോ കൂടാതെ ആടിൻ്റെ കയറ് കരങ്ങളിൽ പിടിക്കുന്ന കുഞ്ഞ് പറഞ്ഞു, അപ്പാ വിറകൊണ്ട് കത്തിക്കൊണ്ട് യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം അവിടെ. അബ്രഹാം പറഞ്ഞു, മോനെ യഹോവ കരുതിക്കൊള്ളും. ഇത് അചഞ്ചലമായ ദൈവത്തിൻ്റെ വിശ്വാസം. അബ്രഹാമിനൊരു പ്രത്യേകതയുണ്ട്. അബ്രഹാമിനറിയാം 89-ലും 99 ഞങ്ങളുടെ ശരീരത്തിലെ അസ്ഥികളും മജ്ജകളും ക്ഷയിച്ചു പോയപ്പോൾ, രക്തത്തിൻ്റെ അളവുകളെല്ലാം മാറിപ്പോയപ്പോൾ സ്വർഗത്തിൻ്റെ കരമിറങ്ങി സാറായുടെ ഉദരത്തിനകത്തൊരു സന്തതിയെ കൊടുത്തെങ്കിൽ ഈ സാറായുടെ ഉദരത്തിൽ പറഞ്ഞ ഇസഹാക്കിനെ കൊണ്ടുപോയി ഹോമയാഗത്തിനകത്ത് കരിക്കട്ട പോലെ ചാമ്പൽ കൂമ്പാരം തട്ടിയാലും അതിൻ്റെ നടുവിൽ നിന്ന് ആയിരക്കണക്കിന് ഇസഹാക്കുമാരെ ഉരുവാക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞ്, യഹോവ കരുതിക്കൊള്ളും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 3 ദിവസത്തെ പടിദൂരമായി അബ്രഹാം മകനുമായി യാത്രയെ മോറിയാദേശത്തുള്ള മലയിൽ പോയി. ഒരു പാറയ്ക്കകത്ത് ആ കുഞ്ഞിനെ കെട്ടിയിരിക്കുന്നത്. പാറ നല്ലതുപോലെ കയറുകൾ കൊണ്ട് ബന്ധിച്ചെന്ന് ചരിത്രത്തിൻ്റെ തങ്കത്താളുകൾ. അബ്രഹാമിനൊരു ഭയമുണ്ട്. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിനകത്ത് തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം കുത്തുമ്പോൾ ഒരുപക്ഷെ അവൻ പിടയ്ക്കാം. ആ സമയത്ത് കയറങ്ങാനും പൊട്ടിയാൽ യാഗം തടസ്സം വന്നു കഴിഞ്ഞാൽ സ്വർഗം അതിൽ പ്രസാദിക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു? കുഞ്ഞിനെ നല്ലതുപോലെ വരിഞ്ഞു മുറുക്കി. അബ്രഹാമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വിളിച്ച ദൈവത്തെ അവസാനവും കൈവിടാതെ പ്രാർത്ഥിക്കും. അവസാനമായി കുഞ്ഞിൻ്റെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലേക്ക് അവൻ്റെ വാൾ ഉയർത്തി. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വന്നു. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി നിന്റെ ഏത് പ്രതിസന്ധിയിലും അവസാന നിമിഷവും നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, നിനക്ക് വേണ്ടി വാതായനങ്ങളെ തുറന്നുകൊണ്ട് മറുപടി തരുവാൻ കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. നിന്റെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ സകല ചിന്താകുലോ അവൻ്റെ മേലിട്ടുകൊള്ളുക. 2026 അവൻ നിന്നെ പോറ്റി പുലർത്തുന്ന ദൈവം ലാസ്റ്റ് മോമെന്റിൽ നിന്റെ കണ്ണുനീരിന് മറുപടി തരുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു, അയ്യോ അയ്യോ ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായി ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, മറുപടിയായി കടന്നു വരുന്നുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കും, പ്രതിസന്ധി നിനക്കെതിരെ ആഞ്ഞടിക്കും. ഈശാന മൂലം നിന്റെ പടകിനെ തകരുവാൻ പദ്ധതി വെക്കുക. ദൂട്ടാ പിശാചി നിന്റെ കുടുംബത്തിനകത്ത് പലപ്പോഴും രോഗങ്ങൾ കൊണ്ടുവന്ന് നിന്നെ തകർക്കാൻ പദ്ധതി വെക്കുന്ന പറഞ്ഞവർ ഇന്ന് രാത്രി പരാജയപ്പെടരുത്. കരം ഉയർത്തി പറയണം, ഈ പ്രതിസന്ധി ആഞ്ഞടിക്കുമ്പോഴും മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഈ രാത്രി വിളിച്ചു പറയണം, കൺവെൻഷന്റെ പ്രഥമ രാത്രി എൻ്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, ഞാൻ കണ്ട വഴിയല്ല ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു, അത്ഭുതത്തിന്റെ വഴി തുറക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. ഇന്ന് രാത്രി പ്രതിസന്ധി നിനക്കെതിരെ ആഞ്ഞടിക്കും, പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്കും, രോഗക്കെട്ടുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കും. ലോകം പറയും നിന്റെ കടക്കയിൽ നീ എഴുന്നേൽക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി അച്ചായ വിളിച്ചു പറയണം, മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇസഹാക്കിന് പകരമായി ഒരാട്ടിൻകുട്ടി അവിടെ അറക്കുവാനിടയായി തീർന്നു.
അതാ ഒന്നാമത്തെ ആട്ടിൻകുട്ടിയുടെ പരമയാഗം, രണ്ടാമത്തെ ആട്ടിൻകുട്ടിയുടെ പരമയാഗം. ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിൽ ഘട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. സ്വർഗ്ഗം മോശയോട് പറഞ്ഞു, ആയിരക്കണക്കിന് ആടുകളെ പെസഹായിൽ ഇറക്കുക, കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേലിന്റെ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. പറവോന്റെ കൊട്ടാരം മുതൽ കുണ്ട്ര വരെ ആദ്യജാതന്റെ സംഹാരം നടത്തുമ്പോൾ പെസഹ കുഞ്ഞാടിന്റെ രക്തം തളി ആചരിച്ചവർ ചെങ്കടലിൽ കൂടി ചെങ്കൽപാതയിൽ കൂടി നടന്നു. ഒന്ന്, ഒരു കുഞ്ഞിന് വേണ്ടി ആടിനെ അറുത്തു. രണ്ട്, ഇസ്രായേൽ പാളയത്തിന്റെ വിടുതലിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ. ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. കൂറു നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 1.5 ലക്ഷത്തിൽ പരം ആടുകളുടെ മേധസ്സുള്ള ആടിന്റെ രക്തം വീഴപ്പെടാൻ ദൈവ സാന്നിധ്യം ഇറങ്ങിയത്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കർണപടങ്ങൾ ചിന്തകളിലേക്ക് വചനത്തിന്റെ വാതായനങ്ങൾ ഏറ്റുകൊണ്ട്, ഒന്ന്, ഒരു കുഞ്ഞിന് വേണ്ടി. രണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതൽ. മൂന്ന്, ഏറ്റവും നിർണായകമായ ആലയത്തിൻ്റെ ദൈവസാന്നിധ്യം. പാപം ചെയ്ത് മനുഷ്യൻ തുടങ്ങി, പാപം ആരംഭിച്ചു. വീട്ടിനകത്ത് കൊലപാതകം വന്ന്, കത്തിക്കുത്ത് വന്ന്, ടൈഫോയിഡ് വന്ന്, അഗ്നിഗർഭം വന്നപ്പോൾ ആ പാവപ്പെട്ട ഊനമൃഗങ്ങളെ കൊണ്ടുവന്നു, കുറുപ്രാവിനെ കൊണ്ടുവന്ന്, കോലാട്ടുകൊറ്റനെ ചെമ്മരിയാട്ടിനെ കൊണ്ടുവന്ന് പെടപെട ചെമ്പൂരിൽ കോഴിയെ മുറിക്കുന്നത് പോലെ യാഗപീഠത്തിൽ രക്തം വീഴുന്നു. ആടിൻ്റെ കരച്ചിൽ ശബ്ദം കേൾക്കുന്നു, പ്രാവിൻ്റെ കുറുകൽ കേൾക്കുന്നു. സ്വർഗം പറഞ്ഞ അയ്യോ 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 എന്നും ഈ മീണ്ട പ്രാണികളുടെ രക്തം വീഴേണ്ട, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോക? പിതാവിന്റെ സന്ധിയിൽ ഒരുവനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു, ഞാൻ പോക. ഇന്ന് രാത്രി മുതൽ 3 ദിവസം കോരയിൽ സിയോൻ ചർച്ചിനകത്ത് ഞങ്ങൾ അവനെ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനസ്സിലാകുന്നവർക്ക് രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. വെള്ളറടയിൽ CPM-ന്റെ ശിബിരം നടക്കുമ്പോൾ സഖാക്കൾ ഘോര രക്തസാക്ഷി സിന്ദാബാ, രക്തസാക്ഷി മരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒറ്റശേഖരമംഗലത്ത് BJP ശിബിരം നടക്കുമ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾ പറയും, ബലിദാനികൾ സിന്ദാബ, രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. ആർ പോക? യേശു പറഞ്ഞു, ഞാൻ പോക. അങ്ങനെയാ യേശു ഭൂമിയിലേക്ക് വരുന്നത്. എന്തിനു വേണ്ടി യേശു വന്നു? വീട് തരാനോ കാർ തരാനോ ഒന്നുമല്ല. അതാ അവൻ ലോകത്തിന്റെ മധ്യപകുതിയ ബേത്ലഹേമിൽ. അതാ പ്രവചനത്തിന്റെ നിവർത്തികൾ. ഇവിടെ ഇന്ദിരാഗാന്ധി എവിടെ ജനിക്കുമെന്ന് ആരും പറയുന്നില്ല. മഹാത്മജി എവിടെ ജനിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, ഷേക്സ്പിയർ എവിടെ ജനിക്കുമെന്ന് ആരും പറഞ്ഞില്ല. കാറൽ മാർക്സ് എവിടെ ജനിക്കുമെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഒന്നാമത്തെ പ്രവചനം, യേശു ജനിക്കുന്നതിന് 550 അല്ലെങ്കിൽ ഇന്നേക്ക് 550 കൊല്ലം മുമ്പ് സ്വർഗം ഒന്നാമത്തെ പ്രവചനം മീക്കായിൽ കൂടി എഴുതി. ബൈബിൾ കൂടെ വെക്കണം. മീക്ക 5:2, നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുവാൻ നിന്നിൽ നിന്ന് ഉരുവാക്. അതുകൊണ്ട് ഒഗസ്ത്യോസ് കൈസറുടെ കൽപ്പന പ്രകാരം മറിയാമ്മച്ചി ഓശപ്പിയേട്ടനുടെ പേർ ചേർത്താൻ വേണ്ടി ബേത്ലഹേമിൽ വരുന്നു. ഒന്നാമത്തെ പ്രവചനത്തിന്റെ നിവർത്തി. 2, യെശയ്യാ പ്രവചനം 9:6, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും, അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവ്, രാജാക്കന്മാരുടെ രാജാവായി അവൻ ഉലകത്തെ ഭരിക്കും. മൂന്നാമത്തെ പ്രവചനം. എത്ര പ്രവചനങ്ങളുണ്ട്! യെശയ്യാ പ്രവചനം 7:14, കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, അതിന് ഇമ്മാനുവേൽ എന്ന് പേരിടണം, ദൈവം നമ്മോടുകൂടെ. അത് 2600 കൊല്ലം മുമ്പ്, യേശുവിന്റെ ജനനത്തിന് മുമ്പ് 600 കൊല്ലം മുമ്പ് യെശയ്യാവ് ഈ വാക്ക് പറഞ്ഞപ്പോൾ ഇസ്രായേലിലെ അനവധി പെൺകുട്ടികൾ കല്യാണം കഴിച്ചില്ല. അവരടുത്ത ഒരു ആവേശമുണ്ടായി, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിലവെന്ന് ഇടപെട്ടുള്ള കുഞ്ഞുണ്ടാവും. അതുകൊണ്ട് അനവധി പെൺകുട്ടികൾ കല്യാണം കഴിച്ചില്ല. അതുകൊണ്ട് മീക്കായി നമ്മുടെ ഗബ്രിയേൽ മാലാക, നമ്മുടെ ഇന്നത്തെ ഫ്ലിപ്കാർട്ടിൻ്റെ ഇടയ്ക്ക് കൊറിയറുമായിട്ട് വന്നോല് ആര് വന്നെന്നറിയാം? ഗബ്രിയേൽ മാലാക വന്നിട്ട് മറിയാമ്മച്ചോട് പറഞ്ഞു, മറിയ കുട്ടി എന്നല്ല, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വന്ദനം. മനസ്സിലാകുന്നവർക്കായി അനവധി പെൺകുട്ടികളിൽ നിന്ന് യോഗ്യതയോടെ തിരഞ്ഞെടുത്തത് കൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വന്ദനം. സ്വർഗത്തിന്റെ ശക്തി നിന്റെ മേൽ വരും, ഒരു പുരുഷ പ്രജയെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. എത്ര നല്ല പേര്! ഇന്ന് ജമ്പൂരാകട്ടെ, നമ്മുടെ കാട്ടാക്കടയാകട്ടെ, ഗള്ളിയിലാകട്ടെ, ഇമ്മാനുവേൽ ടൂർസ്, ഇമ്മാനുവേൽ ട്രാവൽസ്, ഇമ്മാനുവേൽ തുണിക്കട, ഇമ്മാനുവേൽ ഹോസ്പിറ്റൽ, ഇമ്മാനുവേൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെ കാണുമ്പോൾ ഉദ്ഘാടനത്തിന് പാസ്റ്റർമാരെ വല്ലതും കയറ്റുമോ? അച്ഛന്മാരെ വല്ലതും കയറ്റുമോ? എല്ലാം ക്രിസ്ത്യാനിയാണ്. സന്തോഷമില്ലല്ലോ. പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാർ ഉദ്ഘാടനത്തിന് എല്ലാ സീരിയൽ താരങ്ങളുമായി. മനസ്സിലാകുന്നവർക്കായി അവനെല്ലാം കർത്താവ് കൈകാര്യം ചെയ്യും. മനസ്സിലാകുന്നവർക്കായി പാവപ്പെട്ട് ഉപദേശിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മ വരട്ടെ, നന്മ വരട്ടെ, നന്മ വരട്ടെ. അവസാന ഉദ്ഘാടന സമയത്ത് സീരിയൽ താരം ബ്രണ്ടിലും ഉപദേശി ഫുട്ബോളിലും. മനസ്സിലാകുന്നവർക്കായി പ്രാർത്ഥിക്കാൻ പോലും സമയം കൊടുക്കത്തില്ല. ഇന്ന് സിനിമാ നടികളല്ലയോ ഏതാണ്ട് ആ മണി ഈ മണിയൊക്കെ അല്ലയോ വരുന്ന സ്വോത്രം. ആവശ്യമില്ലാത്ത കണിയെ മണിയൊക്കെ വിളിച്ചിട്ട് ലൈവ് കേൾക്കുന്നവർ അവസാനം പോച്ചേ ആയോലെ കരയരുത്. മനസ്സിലാകുന്നവർക്കായി നിനക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനം കിട്ടിയാൽ, ഒരു ടൈലറിങ് കടയാകട്ടെ, ഒരു സ്റ്റേഷനറി കടയാകട്ടെ, ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആകട്ടെ, ഒരു കൊച്ചു തുണിക്കടയാകട്ടെ, കർത്താവിൻ്റെ ദാസൻ ഒരു കട്ടൻ ചായ
ഒരു 50 രൂപ കാശ് കൊടുത്താലും കുഴപ്പമില്ല. കരമുയർത്തി അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയോ അച്ഛന്മാരെയോ പട്ടക്കാരെയോ എല്ലാം കൊണ്ടുവരട്ടെ. അതിലായി ക്രിസ്ത്യാനികൾ അത്ര ഈ കഴിഞ്ഞ ദിവസം പിന്നിക്കറിയാൻ പറ്റും വളരെ കൊട്ടാരക്കരയും കണ്ടാറുണ്ട്. എനിക്ക് വായിച്ചു തന്നു നല്ലൊരു റെസ്റ്റോറൻറ്റ് പ്രാർത്ഥിച്ച പാസ്റ്റല്ല, പാസ്റ്റർ ഫുഡ് ബോഡി ഇരിക്കുന്നു. ഫ്രണ്ടിലെല്ലാം സിനിമാക്കാർ സീരിയൽ സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി സ്വോത്ര എവിടെ മരായി കേരളം. അതുകൊണ്ട് ഇന്ന് രാത്രി സ്നേഹത്തോടെ നിങ്ങളോട് പറയുവാനുള്ളത്, നമുക്കൊരു കൊച്ചു വീട് കിട്ടിയാലും കൊച്ചു കച്ചവടം കിട്ടിയാലും ഒരു വാഹനം കിട്ടിയാലും ഒരു അഭിഷിക്തൻ ദൈവത്തിൻ്റെ വചനമെടുക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടൊരു കരമുയർത്തി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രസ്ഥാനത്തെ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ അവരുടെ കണ്ണുനീരിന് കഴിയും. വന്ന വഴികൾ മറക്കരുത്. പെന്തിക്കോസുകാരെ ലൈവ് പോയാൽ ഒരു നാൾ വീട്ടിനകത്തുനിന്ന് റോഡിനകത്ത് ഇറക്കി വിട്ട് കല്യാണ വീട്ടിലും അതുപോലെ മരണ വീട്ടിലും കയറ്റാതെ ബാർബർ ഷോപ്പിൽ കയറ്റാതെ മരത്തിൻ്റെ ചവിട്ടി മുടി മുറിച്ച് പള്ളിപ്പരെ പോയി പ്രാർത്ഥിച്ച് ദൈവദാസന്മാർ കരഞ്ഞ് നീയും മുട്ടമടക്കി ഇപ്പം നല്ല വീടും കാറും നല്ല ബിസിനസ്സും കിട്ടിയപ്പോൾ വന്ന വഴികൾ മറന്നാൽ ന്യായവിധിയുടെ കോടതിക്കകത്ത് നിന്നെ കയറ്റുന്ന കാലം വരും. മനസ്സിലാകുന്നവർക്കായി പച്ചക്ക് പറയുക, പെന്തിക്കോസുകാരെടുത്ത് ബാക്കി ആരെടുത്തുമല്ല. അത്രയും അതപ്പതിച്ചൊരു ലോകത്തിലേക്ക് വരുന്നു. അവൻ എവിടെ ജനിക്കുന്നു? ബേത്ലഹേമിൽ. എന്തിനു വേണ്ടി യേശു വന്നു? ചിലർ പറയുന്നത് മതം ഉണ്ടാക്കാനാണ്, ചിലർ പറയുന്നത് സംഘടന ഉണ്ടാക്കാനാണ്. യേശു അതിനൊന്നും വേണ്ടിയല്ല വന്നത്. എല്ലാ കോരയിൽക്കാർക്ക് കേൾക്കണം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകമുണ്ട്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. അപ്പം മരണമുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അവർ ആത്മീയമായി മരണപ്പെട്ടു. രക്ഷയുടെ വസ്ത്രം 1000 വർഷം ആരും ജീവിച്ചില്ല. ശ്രദ്ധയോടെ 969 വർഷം ജീവിച്ച് മെതുശലേഖം പെട്ടിക്കകത്ത് കയറി. സ്വോത്ര. അത് കഴിഞ്ഞിട്ട് ഉൽപ്പത്തി 6 വരുമ്പോൾ നോഹയുടെ കാലം. ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രന്മാരെ തിരഞ്ഞെടുത്തു. കർത്താവ് ഉടനെ ചുരിദാറിൻ്റെ കൈവെട്ടുന്ന ഒറ്റവെട്ട് ആയുസ് 120 സംവത്സരം. തീർന്നില്ല. സങ്കീർത്തനം വരുമ്പോൾ അഹരോന്റെ മരണം കാണുന്നു. മോശയോട് പറഞ്ഞ് എഴുതിക്കോ കുഞ്ഞ്, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാലും 80. സങ്കീർത്തനം 39:5 വരുമ്പോൾ ഞങ്ങളുടെ ഷിജിൻപാട് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, എൻ പ്രയാണകാലം 4 വിരൽ നീളം. ആ പാട്ടൊന്നും ഇല്ലല്ലോ, അപ്പം അതൊക്കെ പോയില്ലയോ. കുഞ്ഞായിരിക്കുമ്പോൾ മരിക്കാം, ബാല്യത്തിൽ മരിക്കാം, കൗമാരത്തിൽ മരിക്കാം, യൗവനത്തിൽ മരിക്കാം. പണ്ട് നമ്മുടെ ചെമ്പൂരം കള്ളിമൂട്ടിലെ ചേട്ടന്മാർ പറഞ്ഞ പാസ്റ്റർമാർ വെറുതെ പറയുന്നതാവും ഞങ്ങൾ 90 വയസ്സ് വരെ ജീവിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലാകുന്നവർക്കായി 1 ഗ്രാം വൈറസ് ഇറങ്ങി ചെമ്പൂരിലെ പോത്തൻ ചേട്ടന്, വെള്ളറടയിലെ വാസവൻ ചേട്ടനും ബുള്ളറ്റിനകത്ത് പടപട എൻഫീൽഡിനകത്ത് ബൈക്കിനകത്ത് ഹെൽമറ്റ് പോലും വെക്കാതെ പോലീസുകാരെ വിറപ്പിച്ചുകൊണ്ട് ചേട്ടൻ 6 അടി മണ്ണിലല്ല 12 അടി മണ്ണിൽ ദാ കിടക്കുന്ന നിന്റെ രൂപം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇപ്പം ബൈബിള് ശരിയായില്ല മാമ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ക്ലിയർ ആയില്ലോ? വയലിലെ പൂവാടുന്നു, പുല്ലുണങ്ങിപ്പോകുന്നു. ആരെങ്കിലും വിശ്വസിച്ചോ? 49കാരൻ ചെമ്പൂരും വെള്ളറുടെയും ബുള്ളറ്റിനകത്ത് കറങ്ങിയവർ ഒറ്റ സെക്കൻഡ് കൊണ്ട് കുഴഞ്ഞു വീഴുന്നു. 15 ഗ്രാമിൻ്റെ വൈറസ്, 15 രൂപയുടെ സോപ്പിൻ്റെ കുമ്പള കൊണ്ട് കഴിയുന്ന വൈറസ് അവൻ്റെ ശരീരത്തിനകത്ത് വാക്സിൻ ഇറങ്ങിയപ്പോൾ പൊന്നപ്പൻ ചേട്ടനും തങ്കച്ചായനും വാസവൻ ചേട്ടനും എല്ലാം ഗുഡ് ബൈ. മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. എത്ര ക്ലിയർ ബൈബിൾ. വയലിലെ പൂവാടുന്നു, പുല്ലുണങ്ങിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിന് ദേഹിക്ക് മരണമുണ്ട്, ആത്മാവിന് മരണമില്ല. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത അനവധി ഹൈന്ദവ സഹോദരങ്ങളിൽ വളരെ സ്നേഹിതർ, നല്ല മനുഷ്യർ. അവര് വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം. അതിനകത്തെല്ലാം മരണാനന്തര ജീവിതത്തെ പറ്റി പറയുന്നു. അതിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ കള്ളിമൂടാകട്ടെ, ചിലമ്പറയാകട്ടെ, അമ്പലത്തിൽ ഉത്സവം നടക്കും. ഉത്സവം നടക്കുമ്പോൾ നമ്മൾ വൈകിട്ടേ പോകത്തുള്ളൂ. രാവിലെ ഒരു ചേട്ടനും ചേച്ചിയും അവിടെ ഒരു സ്റ്റേജിൻ്റെ താഴെ ഇരുന്ന് മൈക്ക് താത്ത് വെച്ചിട്ട് നല്ല ഗ്രന്ഥമൊക്കെ എടുത്തിട്ട് ഭഗവത്ഗീത കുറിയൊക്കെ തൊട്ട് അവർ എന്തൊരു താഴ്മയോടാണ് പറയുന്നത്. നമ്മുടെ കണക്ക് സ്പീഡും ഇല്ല, ഒന്നുമില്ല. സത്കർമ്മോദയ, സത്കർമ്മോദയ. അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൻ്റെ ദയ ലഭിക്കുമെന്ന്. സ്വോത്രം. നമ്മളാരെങ്കിലും അത് കേൾക്കാൻ പോവോ? വൈകിട്ട് പോകും മംഗള ഓർക്കസ്ട്രയുടെ ഗാനമേളയ്ക്ക്. ആരും കൂടെ പോലീസിനെ അടിക്കും, അവിടെ ഉള്ളവരെ അടിക്കും. മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. ചേട്ടനും ചേച്ചിയും രാവിലെ നല്ലതുപോലെ വായിക്കുക ഭഗവത്ഗീത. അത് കഴിഞ്ഞ് മഹാഭാരതത്തിനകത്ത് മഹാവിഷ്ണു കേട്ടാട്ടെ. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കണം. മഹാഭാരതത്തിനകത്ത് മഹാവിഷ്ണു പറഞ്ഞിരിക്കൊണ്ട് ഈ ലോകം അവസാനിക്കുമെന്ന്. ദാണ്ട് ഇവിടെ നിൽക്കുന്ന വലിയൊരു മരം, നമ്മുടെ വെള്ളറുടെ നിൽക്കുന്ന വലിയൊരു മരം താഴെ വീഴുന്ന ഉലകം വീണു പോകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്ന ആ ഉലകത്തിനകത്ത് മഹാവിഷ്ണു ഇങ്ങനെ പറയുന്നത്, വലിയൊരാൽമരത്തിലെ ആലിലെ ഓരോ ഇലകളും താഴെ വീഴുന്നത് പോലെ മനുഷ്യൻ താഴേക്ക് പതിക്കുമെന്നാണ് പറയുന്നത്. അന്ന് അവൻ്റെ ആത്മാവിന് ഒരു നല്ല വാസം കൊടുത്തില്ലെങ്കിൽ യാതന അനുഭവിക്കുമെന്ന്. സ്വോത്രം. അതുകൊണ്ടാണ് ഹൈന്ദവർ കേൾക്കണ, കർക്കടക മാസത്തിൽ കഞ്ഞിയല്ല കുടിക്കുന്നത്, കർക്കടവാവ് ബലി, പാപനാശം, ആലുവ, പൃഥുതർപ്പണത്തിന് വേണ്ടി രാവിലെ പോകും. അപ്പൻ്റെ പേരെഴുതി ആത്മശാന്തി, ആത്മശാന്തി. മനസ്സിലാകുന്നവർക്കായി അവർക്കും അറിയാം മരണാനന്തര ജീവിതമുണ്ട്. തൊട്ടടുത്ത് വരുമ്പോൾ ഇസ്ലാമിൻ്റെ ഖുർആൻ മസ്നാദ് ആയത്ത് അതിനകത്ത് പഠിപ്പിക്കുന്നത് 700-ാമത്തെ പുറത്തിൽ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന് ദൈവം കൊടുത്ത ആയുസിനകത്ത് അവൻ നന്മ ചെയ്ത
ചെയ്താൽ അവൻ നല്ല വാസസ്ഥലം കിട്ടുമെന്ന്, ആവശ്യമില്ലാത്ത കാര്യം ചെയ്താൽ ഖുർആൻ കടുപ്പിക്കുന്നു. കീഴപാതാളത്തിൽ കൊത്തിവലിക്കുന്ന പാമ്പുണ്ടെന്ന് തീർന്നില്ല. അതിനുശേഷം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം മുഴുവൻ ഗിരിപ്രഭാഷങ്ങളിലെല്ലാം മനുഷ്യൻ്റെ ആയുസിനെ പറ്റി അതിനകത്ത് ഇങ്ങനെ ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരുവൻ സർവ്വലോകവും നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കീഴക്കെടാത്ത തീച്ചാകാത്ത പിഴു. ഞങ്ങളെല്ലാം 101 വയസ്സുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സഖാ VS അച്യുതാനന്ദൻ ബാർക്കോട് നടന്നപ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് നിയമസഭയിൽ ഇങ്ങനെ കരമുയർത്തി, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്തീച്ചേകത്തപ്പെടു. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം ഇന്നും കിടപ്പുണ്ട്. സ്വോത്രം. ആ അപ്പച്ചൻ വരെ പറഞ്ഞു കേടാത്ത തീച്ചാകാത്തപ്പെടും. അങ്ങനെയെങ്കിൽ ഏത് മനുഷ്യനെയും മരണം പിടിക്കും. ആ മരണം പിടിക്കുമ്പോൾ ആത്മാവ് പാതാളത്തിൽ യാതനാ സ്ഥലത്ത് കൊത്തിവലിക്കുന്ന പാമ്പിൻ്റെ അടുത്ത് ധനവാൻ കടന്നു പോലെ തീജ്വാലയിൽ കടക്കാതെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് യോഹന്നാൻ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തക്കോസിന്റെ പാപമല്ല, CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, ജൈനന്റെ പാപമല്ല, ബുദ്ധന്റെ പാപം അല്ല, കർമ്മപാപം, ജന്മപാപം, കുടുംബപാപം, സകല പാപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ ഒന്നേ കാലില്ല. അതുകൊണ്ടാ പറഞ്ഞു യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ പുനരുത്ഥാനം എന്ന് രാത്രി കോരയിൽക്കാരോട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്വോത്രാവ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോയിരിക്കുക നമ്മുടെ കർത്താവ്. അവൻ മടങ്ങി വരാറായി. അവൻ എവിടെ ജനിച്ചു? മാതാപിതാക്കളുടെ ബേത്ലഹേമിൽ. അവൻ വളർന്നത് മാതാപിതാക്കളുടെ നടുവിൽ. 33-ാമത്തെ തിരുവയസ്സിൽ ഗലീലയിൽ നിന്ന് നടന്നു. യോർദാനിലെ കലകവെള്ളത്തിൽ പന്തയിലും ആടുപള്ളിയിലും സ്നാനമേൽക്കുന്നുള്ള സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ബാക്കി ഇവിടെ കേട്ടാട്ടെ. 33-ാമത്തെ തിരുവയസ്സിൽ അവൻ്റെ പരമയാഗമാ. ആ 3.5 വർഷം നന്മയുടെ മൊഴിമുത്തുകൾ ഗലീലയിലും ശമരിയിലും യഹൂദിയിലും ദക്കപ്പൊലിമയിലും കബർന്നഗോമിലുമല്ല നല്ല നല്ല മൊഴികളും നിത്യജീവന്റെ പ്രഭാഷണങ്ങളും നടത്തി. ക്രൂശീകരണം അടുത്തു വരുമ്പോൾ യഹൂദന്റെ പെരുന്നാൾ അടുത്ത് വരുന്നത്. അതിൻ്റെ പേര് ഓശാന പെരുന്നാൾ. ഓശാന പെരുന്നാൾ മാത്രമല്ല, യഹൂദിന് 7 പെരുന്നാളുണ്ട്. 1 ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ, 3 കാകളനാഥ പെരുന്നാൾ, 4 കൂടാര പെരുന്നാൾ, 5 പെന്തക്കോസ് പെരുന്നാൾ, 6 അത് കഴിഞ്ഞതിന് ശേഷം ഓശാന പെരുന്നാൾ, 7-ാമത്തത് ഏറ്റവും നല്ല പെരുന്നാൾ അവരുടെ വരുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ഹനൂക്ക വരുന്നു. അവരുടെ ആലയത്തിന് വേണ്ടിയുള്ള അടുത്ത പെരുന്നാളുകൾ വരെ വന്നു കഴിഞ്ഞു. ഓശാന പെരുന്നാളിൽ യേശു മത്തായി 24 നാം വായിച്ചു. 21 ഒലിവുമലയുടെ താഴ്വാരം ഇങ്ങനെ വരുക. ബേത്ബഗ ബദാന്യ, ചെമ്പൂർ വെള്ളറുടെ റോഡ് പോലെ ആ ഒലിവുമലയുടെ ഒരു സൈഡ് ബേത്ബഗ ബദാന്യ. അവിടെ വന്നപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയും അഴിച്ചുകൊണ്ട് വരണം. ഒരുപക്ഷെ കള്ളിമൂടുകാർ മണ്ണാങ്കവണക്കാർ ചോദിക്കാൻ പറയണം, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. മനസ്സിലാക്കുന്നവർക്ക് ഇതൊരു പ്രവചനത്തിൻ്റെ നിവൃത്തി. ഇവിടെ വചനം ശക്തമായി മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ളൊരു പ്രഭാഷണം ഇത്. അതാ സെക്കറിയാവ് യേശു ജനിക്കുന്നതിന് മുമ്പ് 2550 അല്ലെ ജനനത്തിന് 550 കൊല്ലം മുമ്പ് സെക്കറിയാവ് എഴുതി 9:9 സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവരും. ഈ ഒരു ഭാഗം ദൈവമക്കൾ മനസ്സിലാക്കണം. 4 ദിവസം ഉണ്ടായിരുന്ന നേരെ അങ്ങ് പോയേനെ. സെക്കറിയാവ് 9:9 ഓശാന പെരുന്നാൾ. 10 ഇസ്രായേൽ ലോകരാജ്യങ്ങൾ മേൽക്കൈ നേട്. അതാ 10-ാം അധ്യായം. പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കുക. 11 ലെബനോനിൻ്റെ മണ്ടയ്ക്ക് ഇസ്രായേൽ അടിക്കുക. അതാ സെക്കറിയാവ് 11 ലെബനോനെ നിന്റെ ദേവദാരുക്കൾ തകർന്നു പോയി, സരളവൃക്ഷ ഓളിയിടും, ഭാഷാനിലെ കൂറ്റന്മാർ തകരും. 12 ഇതെല്ലാം ചെല്ലാൻ പോകുന്നത് ജെറുസലേമിലേക്ക്. സെക്കറിയ 12:2-3 അന്നാളിൽ ജെറുസലേമിന് ഞാൻ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ തൊടുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കപ്പെടും. ലോകജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതിൻ്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയും ചൈനയും ഇസ്രായേലിനെതിരെ വരുമ്പോൾ അവൻ നിലവിളിയെടുക്കുക. അതാ വെളിപ്പാട് 13. അന്ന് യഹൂദന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ ഒരു ഉറവയെ തുറന്നു കൊടുക്കും. ആ ഉറവയാ സെക്കറിയ 14:12 ലോകം തീരാറായി. അന്നാളിൽ അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട്, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2 പിളര്. ഈ പ്രസംഗം വേണമെങ്കിൽ 5 ദിവസമെങ്കിലും വേണം. അതുകൊണ്ട് ആ ഭാഗം തൊടാത്തത്. ഭയങ്കര കാതലായ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി. ഇവിടെ ഒരു ഭാഗം ദൈവമക്കൾ ചിന്തിക്കണം. അപ്പച്ചമാരും അമ്മച്ചിമാരും എല്ലാം കേട്ടാട്ട്. വനാന്തരത്തിനകത്തൊരു കഴുതയും കുഞ്ഞും കിടപ്പുണ്ട്. 5 കാര്യങ്ങളാണ് കഴുതയുടെ പ്രത്യേകത. 1 ഭർത്താവ് മരിച്ചതായിരിക്കാം. 2 ഡൈവോഴ്സ് ആയിരിക്കാം. 3
വലിയൊരു കയറ് ബന്ധിച്ചിരിക്കുക. 4 വഴികളെല്ലാം അടഞ്ഞു. കഴുതയും കുഞ്ഞും വിചാരിച്ചു കിട്ടുവാങ്ങി നമ്മൾ ഇച്ചിരി സൈനേടെങ്കിലും അടിച്ചങ്ങ് തീരാം. ആത്മഹത്യ വരെ അവർ ആലോചിച്ചിരിക്കുക. 5 പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കൂ. എന്നാൽ അവസാന നിമിഷവും ദൈവകരം ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു. സിസ്റ്റർ ബ്രദർ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി 5 പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വരും. നാട്ടുകാരൻ നിന്നെ തള്ളു, വീട്ടുകാരൻ നിന്നെ തള്ളു, നീ പുറത്തു വരത്തില്ലെന്ന് മന്ത്രവാദി രേഖയും എഴുതി വെക്കുക. സ്വോത്രം. എന്നാൽ ലാസ്റ്റ് മോമെന്റിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുക. കഴുതയുടെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ 1 ദൈവദാസന്മാർ വന്നു. ഇതാ വിടുതൽ. 5 പ്രതികൂലം പടകിനടിക്കുമ്പോൾ കരമുയർത്തി പറയണോ 5 മറുപടി ദൈവം എനിക്ക് തരും. 1 കഴുതയുടെ കുരുക്കഴിച്ചമ്മ, 2 രക്ഷയുടെ വസ്ത്രം വിതറി, 3 കഴുത എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? പട്ടണത്തിന് പുറത്ത് കൊണ്ടുവന്നു. ചെമ്പൂരും വെള്ളറക്കാർ ശവപ്പെട്ടിയും വില പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദാ വരുന്നു കഴുത. മനസ്സിലാകുന്നവർക്ക് കഴുത ഒറ്റയ്ക്കല്ല, കഴുതയുടെ പുറത്ത് ഒരുവൻ യാത്ര ചെയ്തു. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. കമാൻ കമാൻ ശംദരാധികജാന ഭൗഡാരഭ ശംദുർ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവൻ അധിക ദിവസം വനാന്തരത്തിനകത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കണ്ണുനീരോടെ നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി. ഇന്ന് രാത്രി കള്ളിമോടുകാരും കാസാറോടുകാരും നിന്റെ മരണം കാണാൻ കാത്തു നിൽക്ക്. കോരയ്ക്കാർ നിന്റെ വീട്ടിൽ ശവപ്പെട്ടി വരുന്നത് തകർന്നത് കാണാൻ കാത്തിരിക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ട് തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവർ ഇന്ന് രാത്രി ആരൊക്കെ നിന്നെ അവമാനിച്ചു, ആരൊക്കെ നിനക്കെതിരെ പോസ്റ്റ് ഇട്ടു, ആരൊക്കെ നിന്നെ അവമാനിച്ചു, അവരുടെ നടുവിൽ കൂടി നിന്നെ പൊന്നുപോലെ നടത്തുക. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ദൂതേറ്റെടുത്തോണ്ട് കുഞ്ഞെ നീ പോകാവൂ. നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. നിന്റെ ദർശനത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ആര് കരമുയർത്തും? കമോ. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവ, നിന്റെ നാട്ടുകാരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവ, നിന്റെ കൂട്ടുകാരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഭയത്തോടെ ഇരിക്കരുത്. ദൈവകരം ഏറ്റെടുക്കുന്നവർക്ക് എന്റെ കൈവിടാത്ത ദൈവം, എന്നെ ഉയർത്തുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യ. ഇന്ന് രാത്രി പതനം കാണുക. ഓഹോ അടകാരകത. ഇന്ന് രാത്രി നാട്ടുകാർ പറയും നിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരത്തില്ല, വീട്ടുകാർ പറയും നിന്റെ തലമുറകൾ പുറത്തു വരത്തില്ല, നിന്റെ കുടുംബത്തിനകത്ത് നന്മ വരത്തില്ല. നവർ ഇന്ന് രാത്രി കമോൺ. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഈ കൺവെൻഷനകത്ത് നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. മോർദെഖായിക്കെതിരെ ഹാമാൻ എത്ര കുരുക്കുകൾ ഉണ്ടാക്കിയാലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കൊട്ടാരത്തിനകത്ത് വന്ന് രേഖകളെ മാറ്റി എഴുതുക. അവൻ തന്റെ ദൂതനെ അയച്ച് കാര്യങ്ങൾ നിവർത്തിക്കുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നീ ആരാധിക്കുവാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടി എസ്തേർ എഴുന്നേറ്റ് വരും. നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ രാജാവിനെ കൊണ്ട് പേനയെടുപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? നിന്റെ വിടുതലിന്റെ താക്കോൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി കൈമാറുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിന്റെ പുകഴ്ചയുടെ താക്കോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഏൽപ്പിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് കരമുയർത്തണം. ആരൊക്കെ എനിക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ എനിക്കെതിരെ വേലി കെട്ടിയാലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക. മനസ്സിലാകുന്നവർക്ക് എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക. 2026 കരമുയർത്തിക്കൊണ്ട് എന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. അതുകൊണ്ട് ഇന്ന് രാത്രി സിസ്റ്റർ കരമുയർത്തിയാട്ടെ, ചെറുപ്പക്കാരെ കരമുയർത്തിയാട്ടെ. ശത്രു എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല.